Hello everyone, Psychology Diaries ലേക്ക് സ്വാഗതം. ഞാൻ അമീന സിതാര, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം പ്രീമെൻസ്ട്രൽ സിൻഡ്രത്തിനെ പറ്റിയാണ്. പേരിൽ പറഞ്ഞതുപോലെ തന്നെ മെൻസസ് പീരിയഡിൻ്റെ തൊട്ട് മുമ്പ് പ്രീ ആയിട്ട് ഉണ്ടാവുന്ന സൈക്കോളജിക്കൽ അസുഖങ്ങളും ശരീരത്തിന് വരുന്ന ഇഷ്യൂസിനെയും പറ്റിയാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. PMS എന്നാണ് ഇതിന് ഷോർട്ടായിട്ട് പറയുക. PMS എന്ന് പറഞ്ഞാൽ പീരിയഡ്സിൻ്റെ, അതായത് മെൻസസ് പീരിയഡ്സ് തുടങ്ങുന്നതിൻ്റെ 5-11 ദിവസത്തിൻ്റെ മുമ്പാണ് ഇതിൻ്റെ സിംറ്റംസ് കാണിച്ചു തുടങ്ങുക. 2 ടൈപ്പ് ഓഫ് സിംറ്റംസ് ആണ് ഇതിനുണ്ടാകുക. ഒന്ന് ശരീരത്തിനുണ്ടാകുന്ന ഫിസിക്കൽ ഇഷ്യൂസ്, രണ്ടാമത്തത് മനസ്സിനുണ്ടാകുന്ന സൈക്കോളജിക്കൽ ഇഷ്യൂസ്. ശരീരത്തിനുണ്ടാകുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറുവേദന, അടിനാവി വേദന, കാലുവേദന, മുഖക്കുരു, തലവേദന, ഇങ്ങനെ തുടങ്ങി കോൺസ്റ്റിപ്പേഷൻ, ലൂസ് മോഷൻ, വോമിറ്റിംഗ്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് സിംറ്റംസ് ചിലപ്പോൾ ഇവർ കാണിക്കാം. ചിലരിൽ ചില സിംറ്റംസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ പീരിയഡ്സിൻ്റെ കാരണം കൊണ്ട് അടിനാവി വേദന വരുന്നത് നമുക്ക് ഊഹിക്കാൻ പറ്റും. യൂട്രസിൻ്റെ കാരണം കൊണ്ടോ എന്തെങ്കിലുമൊക്കെ ആവാം എന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷേ ഈ പീരിയഡ്സ്, മെൻസസ് പീരിയഡ്സ് എങ്ങനെയാണ് തലവേദന ഉണ്ടാക്കുന്നത്, കാലുവേദന ഉണ്ടാക്കുന്നത്, വിശപ്പില്ലായ്മ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ അമിതമായ ഭക്ഷണത്തിനോടുള്ള ആർത്തി ഉണ്ടാക്കുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ സയൻറ്റിഫിക് ആയിട്ട് പഠനങ്ങളൊന്നും പറയുന്നില്ല. ചില പഠനങ്ങൾ പറയുന്നത് പീരിയഡ്സ് ടൈമിലുള്ള ഹോർമോണിൻ്റെ വ്യതിയാനം കൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവുന്നത് എന്നാണ്. പക്ഷേ ആ ഹോർമോൺ എങ്ങനെ വേറെ ബോഡി പാർട്സിൽ ഇങ്ങനത്തെ സിംറ്റംസ് ഉണ്ടാക്കുന്നു എന്നുള്ളതിന് ഉത്തരമില്ല. ഫിസിക്കൽ സിംറ്റംസിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് സൈക്കോളജിക്കൽ സിംറ്റംസ്. ഇതിൽ അമിതമായി ഉത്കണ്ഠ, ഡിപ്രഷൻ, സങ്കടം, പേടി അല്ലെങ്കിൽ ദേഷ്യം കൂടുതൽ ഉണ്ടാവുക, ഇങ്ങനത്തെയൊക്കെ സ്വഭാവ മാറ്റങ്ങൾ കണ്ടുവരാറുണ്ട് PMS-ൽ. ജേണൽ ഓഫ് അമേരിക്കൻ ഫാമിലി ഫിസിഷ്യൻസ് പറയുന്നത് പ്രകാരം 80% സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും PMS-ൻ്റെ ഏതെങ്കിലും 1-2 സിംറ്റംസ് എന്തായാലും ഉണ്ടാവും എന്നാണ്. എന്നാൽ ചിലരിൽ ഇത് അത്ര പ്രശ്നം ഉണ്ടാക്കില്ല. പക്ഷെ ഒട്ടുമിക്ക പെൺകുട്ടികൾക്കും പീരിയഡ്സ് ആവുന്നതിൻ്റെ തൊട്ട് മുമ്പത്തെ കുറച്ച് ദിവസം തന്നെ എനിക്ക് മെൻസസ് പീരിയഡ്സ് തുടങ്ങാനായി എന്ന് സംശയിപ്പിക്കുന്ന തരത്തിലുള്ള ബോഡിലി സിംറ്റംസും സൈക്കോളജിക്കൽ സിംറ്റംസും ഉണ്ടാവും. ചിലർക്ക് കാലുവേദന സ്റ്റാർട്ട് ചെയ്യും, ചിലർക്ക് ലൂസ് മോഷൻ സ്റ്റാർട്ട് ചെയ്യും. ചെറിയ ചെറിയ സിംറ്റംസ് മാത്രമുള്ളവർ പ്രശ്നമില്ലാതെ മുന്നോട്ടേക്ക് പോകും. പക്ഷേ ചില ആൾക്കാർ, അതായത് ഒരു 10-20% ആൾക്കാർ ഇതിനെ കൊണ്ടാകെ വലഞ്ഞിരിക്കുന്ന ആൾക്കാരാണ്. സാധാരണ PMS-ൻ്റെ സിംറ്റംസ് വന്നു കഴിഞ്ഞാൽ ഇത്തരക്കാർക്ക് തീരെ അനങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ വേദന ഉണ്ടാവാം. ദേഷ്യം കൂടാം, വാശി കൂടാം, ഇറിറ്റേഷൻ വരാം, സൗണ്ട് ലൈറ്റ് കാണുമ്പോഴൊക്കെ ഭയങ്കര ദേഷ്യം വരാം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. PMS-ൻ്റെ സിംറ്റംസ് വന്നു കഴിഞ്ഞാൽ സ്കൂളിൽ പോകാൻ പറ്റില്ല, ജോലിക്ക് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഞാൻ ബെഡിൽ തന്നെ ഇരിക്കാറ്. PMS വന്ന സമയത്ത്, അതായത് മെൻസസിൻ്റെ തൊട്ട് മുൻപുള്ള സമയത്ത് വേറെ ആരെങ്കിലും ജോലിക്ക് ഒരാഴ്ചത്തേക്ക് വിളിക്കാറാണ് പതിവ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ക്ലയൻസ് പറയാറുണ്ട്. സാധാരണ PMS-ൽ സഹിക്കാൻ പറ്റാത്ത സിംറ്റംസ് ഉണ്ടെങ്കിൽ മാതാപിതാക്കൾ കുട്ടികളെ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോകും. അവിടെ നിന്ന് സ്കാനിങ്ങോ ലാബ് ടെസ്റ്റുകളോ എന്ത് ചെയ്താലും തന്നെ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. സാധാരണ എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു കാര്യമല്ലേ ഈ മെൻസസ് പീരീഡ് ഒക്കെ. എന്നിട്ട് ഇവക്ക് മാത്രം എന്താണ് ഇതിന് തൊട്ട് മുമ്പ് ഇങ്ങനെ പ്രശ്നം ഉണ്ടാവുന്നത് എന്ന് ഡോക്ടറോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കും കാര്യമായി ഒരു ഉത്തരം പറയാനില്ല. ഹോർമോൺസിൻ്റെ വ്യതിയാനം കൊണ്ട് ഉണ്ടാവുന്ന എന്തോ ഒരു കാരണമാണ് എന്ന് മാത്രമേ പഠനങ്ങൾ കാണിച്ചിട്ടുള്ളൂ. പക്ഷേ സൈക്കോളജിക്കൽ കണ്ടന്റ് ഇതിൽ കൂടുതലാണ്. ഓരോ വ്യക്തിയിലും ഇത് വ്യത്യസ്തമായിരിക്കും. ഇതിനെപ്പറ്റി കൂടുതൽ വറി ചെയ്യുന്ന ആൾക്കാരിൽ PMS-ൻ്റെ സിംറ്റംസ് കൂടിയതായിട്ട് കാണിക്കാറുണ്ട്. അതുമാത്രമല്ല, വീട്ടിലെപ്പോഴും ഇതെന്താ നിനക്ക് മാത്രം ഒരു പ്രശ്നം, എല്ലാ കുട്ടികൾക്കും മാസം ഉണ്ടാവുന്ന ഒരു കാര്യമല്ലേ, നീ മാത്രം എന്താ ഇത്ര സ്വഭാവത്തിൻ്റെ പ്രശ്നം എന്നൊക്കെ പറയുന്ന പോലത്തെ ഡയലോഗുകൾ കേട്ട് കഴിഞ്ഞാലും PMS-ൻ്റെ സിംറ്റംസ് കൂടുന്നതായിട്ട് കാണാറുണ്ട്. വീട്ടിൽ നിന്ന് ഹോസ്റ്റലിലേക്ക് മാറി താമസിച്ച ശേഷം, അതായത് ഫ്രണ്ട്സിനോടൊക്കെ നല്ല കമ്പനിയൊക്കെ ആയതിനു ശേഷം PMS സിംറ്റംസ് കുറഞ്ഞതായി ഒരുപാട് ക്ലയൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം, ശരീരത്തിൻ്റെ സിംറ്റംസ് ആയാലും ശരി, മനസ്സിൻ്റെ സിംറ്റംസ് ആയാലും ശരി, സൈക്കോളജിക്കൽ എഫക്റ്റ് ഇതിനുണ്ട്. സ്ട്രെസ്സ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ സ്കൂളിൽ പോയി കഴിഞ്ഞ് ഇതേപോലെ സിംറ്റംസ് എന്തെങ്കിലും തുടങ്ങിയോ, സഹിക്കാൻ പറ്റാത്ത തലവേദന വന്നാൽ ഞാൻ എന്താ പറയുക, ആൾക്കാർ ചോദിച്ചാൽ എങ്ങനെ ഇവർക്ക് പറഞ്ഞു മനസ്സിലാക്കും എന്നൊക്കെയുള്ള ടെൻഷൻ, അല്ലെങ്കിൽ അവരെന്നെ പറ്റി എന്തെങ്കിലും കരുതുമോ എന്നൊക്കെയുള്ള ടെൻഷൻ ഉണ്ടെങ്കിൽ PMS കൂടാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ നാട്ടിൽ സാധാരണയായി വയറുവേദന മാസത്തിൽ വരുന്ന സമയത്ത് പോലും ആരെങ്കിലും എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പീരിയഡ്സിൻ്റെ വേദനയാണെന്ന് പറയാറില്ല.
ഒരുപാട് പേര് പീരിയഡ്സ് എന്നുള്ളയും മെൻസസ് എന്നുള്ളയും വേർഡ് യൂസ് ചെയ്യാൻ വരെ മടി കാണിക്കുന്ന ആൾക്കാരാണ്. അത് വയറുവേദനയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പീരിയഡ്സിൻ്റെ വേദന ആയിരിക്കും എന്ന് നമ്മൾ ഊഹിക്കണം. ഇപ്പം ഞാനൊരു കുട്ടീനെ കണ്ടു കഴിഞ്ഞാൽ, അപ്പോൾ കുടുംബത്തിൽ വയറുവേദനയായിട്ട് ഒരു കുട്ടി കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ, അവരുടെ വീട്ടിലേക്ക് ഞാൻ വിരുന്നിന് പോയ സമയത്ത് ആ കുട്ടി വയറുവേദനയായി കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വയറുവേദനയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു പടി അതിൻ്റെ മുന്നിൽ കയറി പീരിയഡ്സിൻ്റെ വയറുവേദനയാണോ അതോ സാധാരണ വയറുവേദനയാണോ എന്ന് ചോദിക്കാൻ അധികം ആൾക്കാർ അതിന് പുറപ്പെടില്ല. എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇത് പറയുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവുന്ന സാധനമാണ്, എല്ലാ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ഉണ്ടാവുന്ന സാധനമാണ്, എല്ലാ മാസം തോറും ഇത് വരുന്നതാണ്. മെൻസസ് പീരിയഡ്സിൻ്റെ തൊട്ട് മുമ്പിലായി വരുന്ന സൈക്കോളജിക്കലിയും ഹെൽത്തിലെയും ഇഷ്യൂസിൻ്റെ സിംറ്റംസിനെയാണ് നമ്മൾ പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം അല്ലെങ്കിൽ PMS എന്ന് പറയുന്നത്. ഇത് ഒരുപാട് പേർക്ക് ഉണ്ട്. പൂർണ്ണമായും മാറ്റാൻ കഴിയില്ലെങ്കിൽ കൂടി നമുക്ക് ഇതിനെ മനസ്സുകൊണ്ട് കുറേ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇതെന്തോ മാറാരോഗം, എനിക്ക് മാത്രമുള്ള ഒരു സംഭവം, പറയാൻ മടിയുള്ള ഒരു കാര്യം, ഇങ്ങനെയൊക്കെ നമ്മൾ സ്ട്രെസ് അനുഭവിക്കുന്നതിനെ കുറച്ച് കഴിഞ്ഞാൽ ഇത് ഓപ്പണായിട്ട് പറയാനും അതിന് വേണ്ടിയിട്ടുള്ള റെമഡീസ് എടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഡോക്ടർമാർക്ക് പെയിൻ കില്ലേഴ്സോ ഇഞ്ചക്ഷനോ വിറ്റമിൻ ഗുളികകളോ ഒക്കെ തരാനേ പറ്റുള്ളൂ. അല്ലാതെ ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ വേറെ വഴികളൊന്നുമില്ല. PMS ഉള്ള ഒരു പെൺകുട്ടിയെ കൂടുതലായി ഇങ്ങനെ ഡയലോഗുകൾ പറഞ്ഞ് പേരൻസ് ടോർച്ചർ ചെയ്യുന്നത് നല്ലതല്ല. അതുമാത്രമല്ല ആ കുട്ടിക്ക് ആദ്യം, ഇന്നും ഒരുപാട് പേർക്ക് എനിക്ക് ഉറപ്പുണ്ട് PMSനെ കുറിച്ച് അറിയില്ല. ആദ്യം രോഗിയായാലും അതായത് പേരൻസ് ആയാലും ഈ രോഗാവസ്ഥ ഉള്ള പെൺകുട്ടിയോ സ്ത്രീയോ ആയാലും PMS എന്താണ്, ഇത് എന്തിനെ കൊണ്ട് വരുന്നതാണ്, ഇതിനെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നൊക്കെയുള്ള കാര്യത്തിൽ നല്ല ബോധമുണ്ടായി അതിനു വേണ്ടി എഫക്റ്റീവായി നല്ല എഫേർട്ട് എടുത്തിട്ട് കാര്യങ്ങൾ ചെയ്യണം. ഇപ്പോൾ എക്സസൈസുകൾ ചെയ്യാം, യോഗ ചെയ്യാം, മെഡിറ്റേഷൻ ചെയ്യാം, ആങ്സൈറ്റി കുറയാനുള്ള ബ്രീത്തിങ് എക്സസൈസുകൾ ചെയ്യാം, പ്രിപ്പയർനെസ് ഉണ്ടാക്കാം. അതായത് പീരിയഡ്സ് ആവുന്നതിന് തൊട്ട് മുമ്പ് എനിക്കിങ്ങനെ ആങ്സൈറ്റിയും ദേഷ്യമൊക്കെ വരാറുണ്ട് എന്നുള്ളത് പാർട്ട്നേഴ്സിനോട് പറയുക. എനിക്കിങ്ങനെ PMS ഉണ്ട് ചെറുതായി, അപ്പോൾ ഞാൻ ഈ പീരിയഡ്സിൻ്റെ കുറച്ച് മുമ്പേ ഞാൻ ഇങ്ങനെ ദേഷ്യപ്പെട്ട് എന്തെങ്കിലും പറഞ്ഞോ ഒന്നും വിചാരിക്കരുത് എന്നൊക്കെ മുമ്പേ ഹസ്ബൻഡിനോട് പറയാം. ചില വീട്ടിൽ പേരൻസ് പറയാറുണ്ട് ഇവർക്ക് പീരിയഡ്സിൻ്റെ കുറച്ച് മുമ്പായിട്ട് ഭയങ്കര സ്വഭാവ പ്രശ്നമാണ്, വാശിയും ദേഷ്യവും ഒക്കെയാണ്. എന്നാൽ ചിലരത് നോട്ടീസ് ചെയ്യുന്നത് തന്നെ കുറേ കാലങ്ങൾക്ക് ശേഷം. എല്ലാ മാസവും പീരിയഡ്സിൻ്റെ തൊട്ട് മുമ്പിലാണല്ലോ ഇവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നത് എന്ന് കണ്ടുപിടിക്കുന്നത് തന്നെ കുറേ കാലങ്ങൾക്ക് ശേഷമാണ്. PMSൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂ ആണ് മൂഡ് സ്വിങ്സ്. അതായത് മനസ്സിന് ഇങ്ങനെ എന്തൊക്കെയോ ഒരു സങ്കടം പോലെ, വിഷമം പോലെ, ഡിപ്രഷൻ പോലെ, സൂയിസൈഡ് ചെയ്യണോ എന്നൊക്കെയുള്ള ചിന്തകൾ, അഡീഷണലായി വേറെ എന്തെങ്കിലും ജീവിത സാഹചര്യങ്ങളിൽ പ്രശ്നം ഉള്ള ഒരാൾക്ക് PMSും കൂടെ അതിൻ്റെ കൂടത്തിൽ വന്നു കഴിഞ്ഞാൽ ഓൾറെഡി കുറേ പ്രശ്നങ്ങളാണ്. അതിൻ്റെ കൂട്ടത്തിൽ ശരീരവും മനസ്സും കൂടെ നിൽക്കുന്നില്ല. ഉത്കണ്ഠയുടെ ചെറിയ ചെറിയ സിംറ്റംസ്, നെഞ്ഞിടിക്കുക, വയറ് കാളുക, ഇങ്ങനത്തെ കാര്യങ്ങൾ, ലൂസ് മോഷൻ, ഇതുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, ഇങ്ങനത്തെ ഒക്കെ ഇഷ്യൂസും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ല. അപ്പോൾ പ്രീമെൻസ്ട്രൽ സിൻഡ്രത്തിനെ പറ്റിയും അതിൻ്റെ സൈക്കോളജിക്കൽ ഇഷ്യൂസിനെ പറ്റിയും എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്ത തിങ്കളാഴ്ച പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.